good evening. Welcome back to Xylem Learning. Anuma മിസ്സാണ്. അപ്പോൾ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എക്സാം ഒക്കെ അല്ലേ, അപ്പോൾ നന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ്സിൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയോ എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? എന്താണ് സ്വാഭാവിക പ്രതിരോധ ശേഷി? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? അതേപോലെ തന്നെ എന്താണ് ആർജിത പ്രതിരോധ ശേഷി? വാട്ട് ഈസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? അപ്പോൾ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പ്രതിരോധ ശേഷി രണ്ട് തരമാണ്. ഒന്ന് നാച്ചുറൽ, സ്വാഭാവികമായിട്ടുണ്ടാവുന്നത്. രണ്ടാമത്തേത് ആർജിത പ്രതിരോധ ശേഷി. അപ്പോൾ രണ്ടും എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ദർ ആർ ലോട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം. ഒരുപാട് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തോജൻസും ഉണ്ട്. അപ്പോൾ എന്തായിരുന്നു പാത്തോജൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പാത്തോജൻസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞ് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത്രയും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിട്ടുകൂടി നമുക്ക് ഒക്കേഷണലി ആണ് രോഗങ്ങൾ വരാറ്. എല്ലപ്പോഴും ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, രോഗങ്ങൾ വരുന്നില്ല. നമ്മൾ എന്നും ഈ രോഗാണുക്കളുടെ നടുവിലാണ് ജീവിക്കുന്നതെങ്കിലും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും രോഗം പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തിൽ അങ്ങനെ വരാതിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് നമുക്ക് സ്വാഭാവിക പ്രതിരോധ ശേഷി പഠിക്കാനുള്ളത്. അതായത് മക്കളെ, നിങ്ങൾ നോക്കിക്കേ, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കുവാനും ചെറുത്തു നിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഈ കഴിവ് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഡിപ്പെൻസ് ഓൺ ഡിഫറെൻറ്റ് പേഴ്സൺ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന വ്യായാമത്തിനനുസരിച്ചാവാം, അയാൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചാവാം. തീരെ ഫുഡും കഴിക്കുന്നില്ല, നല്ലപോലെ വ്യായാമവും ചെയ്യുന്നില്ല, ഒരു കാര്യവും ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉറപ്പായിട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ അതേസമയം കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ടുള്ള, നല്ലപോലെ ചിട്ടയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് ജെനറ്റിക്സ് ആയിട്ട്, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ആ നല്ല ഇമ്മ്യൂണിറ്റിയോട് കൂടി ജനിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നോക്കിക്കേ, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? ഈ രോഗാണുവിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷി ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാവില്ല. അതായത് ഭയങ്കര ശക്തനായിട്ടുള്ള എതിരാളി വരുമ്പോൾ നമ്മൾ ഒന്ന് പേടിക്കത്തില്ലേ? അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ പോളിയോ പോലത്തെ വൈറസ് ഒക്കെ വരുന്ന സമയത്ത് ബോഡിക്ക് ഒറ്റയ്ക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. നമുക്ക് കൊറോണ വന്നപ്പോൾ തന്നെ ആ കാര്യം മനസ്സിലായില്ലേ? കൊറോണ വൈറസ് വന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തീരെ അതുമായിട്ട് ചെറുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ആളുകളൊക്കെ മരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മളൊരു വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു അല്ലേ. നിങ്ങളൊക്കെ കൊറോണയുടെ വാക്സിൻ എടുത്തിട്ടില്ലേ? കൊറോണ വാക്സിനും ബൂസ്റ്റർ ഡോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും അല്ലേ, പണ്ട് എല്ലാവരും റൂമുകളിൽ അടച്ച് പൂട്ടിക്കിടന്നിരുന്ന സമയം അധികം മുന്നേ ഒന്നും അല്ലായിരുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും സാധാരണ പോലെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഈ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്ന പോലും നമ്മൾ വിചാരിക്കാത്തൊരു സമയമുണ്ടായിരുന്നു. നമ്മൾ ആരും ഇനി മുഖത്ത് നോക്കി ഇതുപോലെ ചിരിക്കാനോ ഒന്നും കഴിയില്ല എന്ന് വിചാരിച്ച കാലങ്ങളുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അപ്പം അത്തരത്തിലുള്ള ഒരു സമയത്ത് എന്ത് ചെയ്തു? കൊറോണ വാക്സിൻ വരികയും കൊറോണ എന്നുള്ള രോഗത്തെ നമുക്ക് അകറ്റി നിർത്താനും സാധിച്ചു. അപ്പോൾ വാക്സിനിലൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുകയാണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? വി നീഡ് ടു ടേക്ക് വാക്സിനേഷൻ ടു അവോയ്ഡ് സച്ച് ഡിസീസ്. Though this it will be possible to gain immunity. This is called acquired immunity. It is through vaccine that we have survived many epidemics such as smallpox, plague and polio. അങ്ങനെ പല മാരക രോഗങ്ങളും സത്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്തത് ഇത്തരം വാക്സിനുകളിലൂടെയാണ്. അപ്പോൾ വാക്സിനുകളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുകയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ പ്രതിരോധ ശക്തി, അതേപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് മക്കളെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് കാണാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.